പിന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴ്ചയാണ്. നമ്മൾ എപ്പോഴാണ് അതപ്പതിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ഡള്ളായിട്ടിരിക്കുന്നത്, നമ്മൾ എപ്പോഴാണ് ഫിനാൻഷ്യലി ഇല്ലെങ്കിൽ മറ്റുള്ള എന്തോ ആയിക്കോട്ടെ അതൊന്നും എപ്പോഴാണ് നമ്മൾ ഡൗൺ ആവണം എന്നുള്ളതാണ് മറ്റുള്ളവർ ചുറ്റുള്ളവരുടെ കണ്ണുകൾ മുഴുവൻ അവിടെയായിരിക്കും. നമ്മളെ ഒരാളും രക്ഷപ്പെടുന്നതാണ് ഒരാൾക്ക് ഇഷ്ടമുണ്ടാവില്ല, ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ നമ്മളെ പിന്നിൽ നിന്ന് കുത്താൻ ആൾക്കാരുണ്ടാവും, ഫ്രണ്ടിൽ നിന്ന് കുത്താൻ ആൾക്കാരുണ്ടാവും. നമ്മൾ ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കേണ്ടിയിരിക്കും. അപ്പൊ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. പക്ഷെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിടുക വേണ്ട കേട്ടോ. ഞാൻ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും ഉപദ്രവിക്കാൻ പോകാറില്ല, അനാവശ്യമായിട്ട് ഞാൻ ഒരാളെയൊന്നും പറയാറില്ല. ബട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിടുകയില്ല. അങ്ങനെ ഒരു വൃത്തിയായിട്ട് സ്വഭാവം ഉണ്ടായിപ്പോയി. അല്ല, നമ്മൾ കുറെയൊക്കെ ആവുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് പ്രതികരിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ പിന്നെ നമുക്ക് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുള്ളത്രത്തോളം കാലം നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യം നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് എന്താണ് ചെയ്യുന്നത് തോന്നുന്നത് നമ്മളത് ചെയ്യാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളല്ലാതെയും മാറും. അപ്പൊ അതിന് വെച്ച് നല്ലത് നമുക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നാണോ നമുക്ക് താല്പര്യം, അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ എന്താ പറയാ, അപ്പോ ആരും എല്ലാവരും അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ലൈഫല്ലേ, പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അതെല്ലാം ഓവർകം ചെയ്ത് നിലനിൽക്കുക മാത്രമേ ഉള്ളൂ. എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ.